ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്കൊരു പ്രത്യേക ഒരു സൂപ്പർ ചിക്കൻ വരട്ട് ഉണ്ടാക്കാം കേട്ടോ. നാടൻ ചിക്കൻ വരട്ട് വരും, നമുക്ക് കാണാം. അപ്പൊ കൂട്ടുകാരെ, ഇതിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 400 ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ ഇതിക്ക്. ചെറിയ ഉള്ളി 400, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഓരോ കഷ്ണം കേട്ടോ, കുറെ ഇടരുതേ. പിന്നെ ഉണക്കമുളകാണ് കേട്ടോ. പിന്നെ നാളികേരത്തിന്റെ കൊത്താണ് കേട്ടോ നമുക്ക് ഇതിക്ക് പ്രധാനം. അപ്പൊ ഞാൻ ഒരു മുറി നാളികേരാണ് ഇതിക്ക് എടുത്തിരിക്കുന്നത്. അത് 1 കിലോന്റെ ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ ഒരു മുറി നാളികേരാണ് എടുത്തിരിക്കുന്നത്. എന്താകണം 1 കിലോ ചിക്കൻ കേട്ടോ. ഇനി നമുക്ക് നോക്കിയാലോ, വായോ. അപ്പൊ ഗ്യാസ് കത്തിക്കാനേ. അപ്പൊ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ. വെളിച്ചെണ്ണ ഒരു 200-250 വെളിച്ചെണ്ണ വേണ്ടി വരും കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിണ്ട്. നമുക്ക് ഇത് നാളികേരക്കൊത്ത് ഇടാം കേട്ടോ. നാളികേരക്കൊത്തൊന്ന് ചൊക്കാവണം കേട്ടോ, ചുവന്നനെ ആവണേ. അപ്പൊ നാളികേരം നല്ല ചുവന്ന് വന്നിണ്ടേ. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം കേട്ടോ. ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ അതിക്ക്. ചെറുള്ളി ഒന്ന് നല്ലോണം വാടുമ്പോ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ഇടാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതേ ചില സ്ഥലത്ത് നാട്ടിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇതിനൊരു വേറൊരു പേരുണ്ട് കേട്ടോ, ചേപ്പം വെപ്പ്. ചേപ്പം വെപ്പ് എന്നും പറയേ. പണ്ട് തറവാട്ടിലൊക്കെ അതന്നെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ? അതന്നെ. ഇതിന്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ കൂട്ടുകാരെ. ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയേ. പണ്ടൊക്കെ കൂട്ടുകാരെ നമുക്ക് നാടൻ കോഴി ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം നാടൻ കോഴി. ഇപ്പോൾ നാടൻ കോഴിക്ക് നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. അന്നൊക്കെ നാടൻ കോഴിയാണ് കേട്ടോ ശരിക്കും ഇത് വെക്കുക. ഈ ചേപ്പം വെപ്പ് എന്ന് പറയുന്ന വെപ്പ് നാടൻ കോഴിയാണ് കേട്ടോ വെക്കുക. നല്ല ടേസ്റ്റാട്ടോ. അതൊക്കെ അമ്മയൊക്കെ വെച്ചിങ്ങനെ തരണം. നല്ല രസമാണ് കഴിക്കാൻ. അങ്ങനെയല്ലേ? അമ്മമ്മ വെച്ചിട്ട് നീ കഴിച്ചിട്ടില്ല? ഒരു വട്ടം കഴിച്ചിട്ടില്ല അമ്മമ്മ വെച്ചിട്ട്? അമ്മമ്മ ഇതാക്കുന്നതിന്റെ മുന്നേ. അതാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ ഇതിനിങ്ങനെ തല്ലുംപൊടി കൂടിയെന്ന് കേട്ടോ കൂട്ടുകാരെ. അന്നൊക്കെ എന്താ വെച്ചാൽ കുറച്ച് കോഴി ഉണ്ടാവുള്ളൂ, എന്നിട്ട് കുറെ ആൾക്കാരും ഉണ്ടാവേ. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല്ലുന്നിട്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് പിന്നെ അവരെ ഒരിന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോ കഷ്ണം തരും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ നല്ലതായിരുന്നു. കാരണം വേറെ സാധനങ്ങളൊന്നും പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ. ഒരു വിഷാംശം ഇപ്പോഴത്തെ മാതിരി ചിക്കൻ മസാല അങ്ങനെ ഒന്നും ചേർക്കില്ല. വെറും മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി മാത്രമേ കേട്ടോ ചേർക്കുള്ളൂ. വെളിച്ചെണ്ണയും അതിന്റെ ടേസ്റ്റ് വേറെ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇടാണ് കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും ഒപ്പിടാം. ഇഞ്ചിയും കറിവേപ്പിലയും ലാസ്റ്റ് മുളക് ഇട്ടാൽ മതിയേ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചുവന്ന മുളക് ഇട്ടോ. ചുവന്ന മുളക് ലേശം ഇടാം. കുറേ ഒന്നും വേണ്ട കേട്ടോ, ഒരു 10-12 മുളക് ഇട്ടാൽ മതി കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വാടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഒന്നിങ്ങോട്ട് ആയതിൻ്റെ ശേഷം ഉപ്പിടാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മസാല ചേർക്കാൻ പോവാം കേട്ടോ. മസാല ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മതി കേട്ടോ. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി ചുവന്ന മുളകാട്ട് നമ്മൾ ഇട്ടിക്കിനെ. അപ്പം നോക്കുമ്പോൾ മുളക് പൊടി നോക്കിയിട്ടിടുന്നേ. ഞാൻ ഇവിടെ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1 സ്പൂണ് മല്ലിപ്പൊടി അത്രേ വേണ്ടൂ കേട്ടോ. ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട്
നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം കേട്ടോ. നമ്മളിതിലേക്ക് ചിക്കൻ ഇടുകയാണ് കേട്ടോ. ഇതിൽ വെള്ളം ഇട്ട് ഒഴിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം ഇതിലൊഴിക്കാനേ പാടില്ല. അപ്പം നമ്മളെ നാളികേരക്കൊട്ടും മുളകും മഞ്ഞളും മല്ലിയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പെടുത്തിട്ട് അടച്ചങ്ങോട്ട് വെക്കും. നാളികേരം വേണ്ടത് ഇട്ടോളുണ്ട് കേട്ടോ. ഞാൻ ഒരു മുറി ഇട്ടിട്ടുള്ളേ. ഇനി നാളികേരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ, കുഴപ്പമില്ല. നമ്മളിതിലേക്ക് ഉപ്പിടുകയാണ് കേട്ടോ. ഉപ്പ് ഓൾറെഡി ലേശം ഉള്ളി നമ്മൾ വാട്ടുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് ഒരു സ്പൂണൊക്കെ ഇടണ്ട, ആകെ ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ ഞാൻ ആദ്യം ഇട്ട്. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളെ നാടൻ കോഴി വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേപ്പം വെപ്പ് എന്നും പറയാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മളെ നാടൻ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടണം കേട്ടോ, മറക്കരുതേ. ഇനി വീണ്ടും ഞങ്ങൾ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ശുഭരാത്രി.